നമസ്കാരം. സഹകരണ നിയമത്തിന് ബാധകമാകുന്ന മറ്റ് നിയമ വശങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമുക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ശ്രീ ജോസഫ് ഡി മേനച്ചേരി സാറാണ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ അഡ്വക്കേറ്റ് ജോസഫ് ഡി മേനാച്ചേരി, തൃശ്ശൂർ ബാറിൽ പ്രാക്ടീസ് ചെയ്യുന്നൊരു അഭിഭാഷകനാണ്. തൃശ്ശൂർ കോളേജ്, കോപ്പറേറ്റീവ് കോളേജിലും അതുപോലെ തന്നെ കോഴിക്കോട്, തിരൂർ, പാലക്കാട് കോളേജുകളിലെ HDC സ്റ്റുഡൻസിനും JDC സ്റ്റുഡൻസിനും ഞാൻ അതർ ലോസ് പഠിപ്പിച്ചിട്ടുള്ളൊരു അധ്യാപകൻ കൂടിയാണ്. പാർട്ട് ടൈമായിട്ട് ഗസ്റ്റ് ലെക്ചറായിട്ടാണ് അന്നൊക്കെ പഠിപ്പിച്ചിരുന്നത്. ആ അനുഭവവും അറിവും പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഈ അധ്യാപനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആദ്യമായിട്ട് ഫൈക്കോ അക്കാഡമിയുടെ പേരിൽ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഈ വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ അലൈഡ് ലോ എന്ന് പറയുന്ന വിഷയമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. സാധാരണ കോളേജിലെ ഏത് ക്ലാസ് പഠിപ്പിക്കുമ്പോഴും വിദ്യാർത്ഥികളുടെ കയ്യിൽ ഉണ്ടാകേണ്ട ഒരു പുസ്തകമുണ്ട്. JDC ആയാലും HDC ആയാലും എല്ലാവരും അന്ന് കാലത്ത് ഇതിനു വേണ്ടി പഠിച്ചുകൊണ്ടിരുന്ന ഒരു പുസ്തകം തന്നെയാണ് ഞാൻ ഇപ്പോഴും ഇവിടെ ഫോളോ ചെയ്യുന്നത്. കാരണം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്ക്, പഴയ സുഹൃത്തുക്കളായാലും പുതിയ സുഹൃത്തുക്കൾക്കായാലും ഇത് വളരെയധികം ഉപകരിക്കും എന്ന രീതിയിലാണ് ഞാൻ ഇതിനെക്കുറിച്ച് രണ്ട് വാക്കു പറയുന്നത്. നമുക്ക് വരുന്ന ചോദ്യങ്ങൾ ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ്, എങ്ങനെയുള്ള ചോദ്യങ്ങളാണെന്ന് മുൻകൂട്ടി പ്രവചിക്കാനായിട്ട് കഴിയില്ല. എത്രത്തോളം കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി പഠിക്കുമ്പോഴാണ് ഇത്തരം ടെസ്റ്റുകളിലെ ജയിച്ചു കയറാനുള്ള ഒരു സ്വീകാര്യത ഉണ്ടാകുന്നതും സ്വീകാര്യമായിട്ടുള്ള മാർഗം അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അതുകൊണ്ടാണ് ഈ കാര്യത്തെ സംബന്ധിച്ച് രണ്ട് വാക്ക് പറയാനായിട്ട് താല്പര്യപ്പെട്ടത്. നിങ്ങളുടെ ആ പഴയ പുസ്തകം തന്നെ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ പഠിച്ചിരുന്ന കാര്യങ്ങൾ മെമ്മറിയിലേക്ക് കൊണ്ടുവരാനും ആ ക്ലാസ് കൈകാര്യം ചെയ്യാനുമായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അലൈഡ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സബ്ജക്റ്റുകൾ CPC, സിവിൽ പ്രൊസീജിയർ കോഡ്. എന്താണ് CPC എന്നതിനെ സംബന്ധിച്ച് സാധാരണ ജനങ്ങൾക്ക് അറിയുന്ന രീതിയിലും നിങ്ങൾ പഠിച്ച വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ അന്ന് കാലത്ത് നിങ്ങൾ പഠിച്ചിട്ടുള്ള വിഷയമായിരിക്കും റെസ് ജുഡിക്കേറ്റ. സെക്ഷൻ 11 ഓഫ് ദ CPC റെസ് ജുഡിക്കേറ്റ എന്ന് പറയുന്ന കാര്യത്തെ സംബന്ധിച്ച് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള വിഷയമായിട്ട് നൽകിയിരിക്കുന്നു. അന്ന് കാലത്ത് നിങ്ങൾ പരീക്ഷയുടെ സാഹചര്യത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങളതെല്ലാം മറന്നുപോയി കാണും. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതർ ലോയെ സംബന്ധിച്ച് നിങ്ങളുടെ മെമ്മറിയിൽ അതൊക്കെ വിട്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ടാണ് സെക്ഷൻ 11 ഓഫ് CPC എന്ന് പറഞ്ഞുകൊണ്ട് റെസ് ജുഡിക്കേറ്റ. എന്താണ് റെസ് ജുഡിക്കേറ്റ എന്ന് പറയുന്ന തത്വം? റെസ് ജുഡിക്കേറ്റ എന്ന് പറയുന്ന തത്വത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ വാചകം നിയമത്തിൽ ഇപ്രകാരമാണ് ആരംഭിക്കുന്നത്. നോ കോർട്ട് ഷാൾ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ വാചകം ഒരു കോടതിയിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു കാര്യത്തിന് വേണ്ടി ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതേ കാര്യത്തിന് വേണ്ടി ആ മറ്റൊരു കോടതി മുമ്പാകെ വീണ്ടും ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മറ്റൊരു കേസ് കൊടുക്കാൻ പാടില്ല. ഈ പറയുന്ന റെസ് ജുഡിക്കേറ്റ എന്ന് പറയുന്നൊരു ദോഷമാണ്. റെസ് ജുഡിക്കേറ്റ വന്നു കഴിഞ്ഞാൽ കോടതി ഈ ഒരു ഗ്രൗണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് തള്ളിക്കളയും എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ വ്യക്തമായിട്ടുള്ള വാചകത്തിലെ ഫൈനലി ഹേഡ് എന്ന് പറഞ്ഞുകൊണ്ട്
ഫൈനലി ഹേഡ് ആൻഡ് ജഡ്ജ്മെൻറ്റ് പ്രൊനൗൺസ്ഡ് എന്ന് പറയുന്നൊരു വാക്കുകൊണ്ട് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ള ഇഷ്യൂസുകൾ വീണ്ടും ഇതേ പാർട്ടികൾ തമ്മിൽ മറ്റൊരു കോടതി മുമ്പാകെ വീണ്ടും വിചാരണ ചെയ്യാൻ പാടില്ല. വിചാരണ എന്ന മലയാളം വാക്കിൻ്റെ ഇംഗ്ലീഷ് വാക്ക് ട്രൈ എന്നാണ് നമ്മളുടെ സെക്ഷനിൽ കൃത്യമായിട്ടും കസ്റ്റോഡിക്കായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുമ്പാകെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മെമ്മറിയിലേക്ക് ഈ പറയുന്ന സെക്ഷനും അതുപോലെ തന്നെ സെക്ഷൻ 11 ഓഫ് CPCയുമായി ബന്ധപ്പെട്ട റെസ്റ്റോഡിക്കേറ്റഡ് മുഴുവൻ കാര്യങ്ങളും എത്തിച്ചേരണം. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് മുഖതാവിൽ ഈ കാര്യം വായിക്കാതെ തന്നെ ഇതിനെക്കുറിച്ച് ഒരു ഗിസ്റ്റായിട്ട് ഞാൻ പറയുന്നു എന്ന് മാത്രമേ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ ഏറ്റവും ടഫായിട്ടുള്ളൊരു വിഷയമാണ് ഞാൻ ആദ്യം സംസാരിച്ചത്. എന്നാൽ തന്നെയും അടുത്ത സബ്ജക്റ്റിലേക്ക് എടുക്കുമ്പോൾ സമൻസിനെ കുറിച്ചിട്ടാണ് നമ്മളെല്ലാവരും അതർ ലോയിൽ പഠിക്കുന്നത്, അല്ലെങ്കിൽ അലൈൻ ലോയിൽ പഠിക്കുന്നത്. എന്താണ് സമൻസ്? ഈസിയാണ്. സമൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഡോക്യുമെൻ്റാണ്. ആ ഡോക്യുമെൻ്റ് സാധാരണ കോടതിയിൽ നിന്നും കേസിലേക്ക് ബന്ധപ്പെട്ട് പ്രതികൾക്ക് അല്ലെങ്കിൽ സാക്ഷികൾക്ക് അയച്ചു കൊടുക്കുന്ന ഒരു തെളിവ് പ്രകാരമുള്ള ഒരു ഡോക്യുമെൻ്റാണ്. അത് അയച്ചു കൊടുക്കുമ്പോൾ പ്രതി കൈപ്പറ്റുന്നു, സാക്ഷികൾ കൈപ്പറ്റുന്നു. അവരോടെല്ലാം കോടതി ഈ ഡോക്യുമെൻറ്റിലൂടെ നിഷ്കർഷിക്കുന്ന കാര്യം എന്നാണോ കോടതിയിൽ വരേണ്ടത്, സമയം ഉൾപ്പെടെ ഏത് കോടതിയിൽ എന്ന് എത്ര മണിക്ക് എന്നുള്ള മുഴുവൻ കാര്യങ്ങളും ഈ സമൻസിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഈ സമൻസിൻ്റെ കൂടെ ഉണ്ടാകുന്നത് കോടതിയുടെ സീലുണ്ടായിരിക്കും, കോടതിയുടെ പേരുണ്ടായിരിക്കും, കക്ഷികളുടെ പേരുണ്ടായിരിക്കും. അങ്ങനെയാണ് ഈ സമൻസിലെ മുഴുവൻ കാര്യങ്ങളും പ്രതിപാദിക്കപ്പെടുന്നത്. ഈ സമൻസിനെ കുറിച്ച് ഏത് നിയമത്തിൽ പ്രതിപാദിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ഉടനെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം CPCയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആ CPCയിലെ 28, 29 സെക്ഷൻ പ്രകാരമാണ് നമ്മൾ ഈ സമൻസിനെ കുറിച്ച് പഠിക്കുന്നത്. ഈ സമൻസ് അയക്കുന്ന പല രീതികളെക്കുറിച്ചും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആ രീതികൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. ഒന്നാമത്തത് ഡയറക്റ്റ് ആയിട്ടുള്ള സർവീസാണ്. എന്താണ് ഡയറക്റ്റ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോടതിയിൽ നിന്നുള്ളൊരു ജോലിക്കാരൻ കോടതിയുടെ ഈ സമൻസുമായി പ്രതിയുടെ വീട്ടിൽ നേരിട്ട് എത്തി കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു രീതിയാണ് ഡയറക്റ്റ് സർവീസ്. അത് അങ്ങനെ ചെയ്യുമ്പോൾ കോടതിയിൽ നിന്ന് കിട്ടുന്ന സമൻസ് ആര് കൈപ്പറ്റണം? യഥാർത്ഥത്തിൽ ആരുടെ പേരിലാണോ സമൻസ് അയക്കപ്പെടുന്നത് അയാളാണ്, ആ വ്യക്തിയാണ് ഇത് കൈപ്പറ്റേണ്ടത്. അങ്ങനെ ആ വ്യക്തി ആ സമൻസ് കൈപ്പറ്റാൻ വീട്ടിലില്ലാത്ത സാഹചര്യങ്ങളിൽ വീട്ടിലുള്ള മറ്റൊരു ഏറ്റവും പ്രായം ചെന്ന മുതിർന്ന മറ്റ് പൗരന്മാർക്കും അത് കൈപ്പറ്റാവുന്നതാണ്. അങ്ങനെ കൈപ്പറ്റിയാലും ശരിയായുള്ള പ്രോപ്പർ സർവീസ് എന്നുള്ള രീതിയിൽ ആ സമൻസ് സർവീസ് നടത്തപ്പെട്ടു എന്ന് കോടതി കണക്കാക്കും. സമൻസിൻ്റെ ഡ്യൂപ്ലിക്കേറ്റാണ് പ്രതികൾക്ക് നൽകപ്പെടുന്നത്. ഒറിജിനൽ സമൻസിൻ്റെ പുറകുവശത്ത് എൻഡോഴ്സ്മെൻറ്റ് ചെയ്ത് പാർട്ടിക്ക് നൽകി പാർട്ടി ഒപ്പിട്ട് ആ സമൻസിൻ്റെ ഒറിജിനൽ കോടതിയിലേക്ക് മടക്കി എൻഡോഴ്സ്മെൻ്റ് അടക്കം ജോലിക്കാരൻ എത്തിച്ചു കൊടുക്കുന്നു. കോടതിയിൽ കേസ് വിളിക്കുന്ന വേളയിൽ ഈ പറയുന്ന ജുഡീഷ്യൽ ഓഫീസർ ഈ സമൻസ് ശരിയായ രീതിയിൽ സർവീസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കുന്നു. ഇനി പ്രതി മറ്റൊരു കോടതിയുടെ അധികാരപരിധിയിലാണ് താമസിക്കുന്നതെങ്കിൽ സമൻസ് ഈ കോടതിയിൽ നിന്നും മറ്റേ കോടതി അധികാരപരിധിയുള്ള കോടതിയിലേക്ക് അയച്ച് ആ കോടതിയിൽ നിന്നും മെസ്സഞ്ചർ വഴി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ വഴി ഈ പറയുന്ന പ്രതിയുടെ മേൽവിലാസത്തിൽ എത്തുന്നു. പ്രതിക്ക് സമൻസ് കൈമാറുന്നു. ഈ പറയുന്ന ഒറിജിനൽ സമൻസിൽ എൻഡോഴ്സ്മെൻറ്റ് വാങ്ങി ആ കോടതിയിലുള്ള ഉദ്യോഗസ്ഥൻ തിരിച്ച് ഏത് കോടതിയിൽ നിന്നാണോ ഈ സമൻസ് അയക്കപ്പെട്ടത് അവിടേക്ക് തിരിച്ചെത്തിക്കുന്നു. ഇതാണ് ഇൻഡയറക്റ്റ് സർവീസ് എന്ന് പറയുന്ന മെത്തേഡ്.
ഇനി അടുത്തത് പോസ്റ്റൽ സർവീസാണ്. കോടതിയിൽ നിന്നും പോസ്റ്റൽ സർവീസ് ചെയ്യപ്പെടുന്നത് ഇപ്രകാരമാണ്. നമ്മുടെ പോസ്റ്റൽ അതോറിറ്റി വഴിക്ക് ഒരു സമൻസ് അയക്കപ്പെടുമ്പോൾ രജിസ്റ്റേർഡ് സമൻസായിട്ടാണ് അയക്കപ്പെടുന്നത്. ആ രജിസ്റ്റേർഡ് പോസ്റ്റ് അയക്കുമ്പോൾ അതിൻ്റെ കൂടെ അക്നോളജ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ആ അക്നോളജ്മെൻറ്റിലെ പാർട്ടി കൈപ്പറ്റി എന്ന് ഉറപ്പുവരുത്താനായിട്ട് അക്നോളജ്മെൻറ്റിൻ്റെ കാർഡ് കോടതിയിലേക്ക് തിരിച്ചെത്തുകയും വേണം. ആ കാർഡിൻ്റെ ബാക്കിൽ പ്രതി ഒപ്പിട്ടിട്ടുണ്ടെന്ന് പരിശോധിച്ചിട്ട് മാത്രമാണ് കോടതി ശരിയായ രീതിയിൽ സമൻസ് സെർവ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നത്. അടുത്തത് പോസ്റ്റൽ സർവീസ് കഴിഞ്ഞാൽ പ്രതി ഹാജരായില്ലെങ്കിൽ പതിച്ചു നടത്തപ്പെടുന്ന ഒരു ഏർപ്പാടുണ്ട്. അഫിക്സ് എന്നാണ് അതിന് പറയപ്പെടുന്നത്. കോടതിയിൽ വരേണ്ട പ്രതി മനഃപൂർവ്വം സമൻസ് കൈപ്പറ്റാതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന സമൻസ് സർവീസ് ചെയ്യപ്പെട്ടിട്ടും ഹാജരായില്ല എങ്കിൽ കോടതിയിൽ അത് പതിച്ച് നടത്തപ്പെടുന്നു. അതുപോലെ തന്നെ പ്രതിയുടെ മേൽവിലാസത്തിൽ അത് പതിച്ച് നടത്തപ്പെട്ടെന്നുള്ള പ്രിസംഷനിലൂടെ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു. പിന്നെയും പ്രതി കോടതിയിൽ എത്തിപ്പെട്ടില്ല എങ്കിൽ സമൻസ് നടത്തപ്പെടുന്ന മറ്റൊരു രീതി കൂടിയുണ്ട്. അതാണ് അടുത്ത നടപടി രീതിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സബ്സ്റ്റിറ്റ്യൂട്ട് സർവീസ് എന്ന് പറയുന്ന കാര്യത്തെ പ്രതിപാദിക്കുന്നത്. നമ്മളെല്ലാവരും പേപ്പറിൽ പരസ്യം കാണുന്നുണ്ടാവും, കോടതി പരസ്യം എന്ന് പറഞ്ഞുകൊണ്ട് കേസിൻ്റെ കാര്യങ്ങൾ കൃത്യതയോടുകൂടി ഒരു ബോക്സിൽ ഏത് പത്രം നോക്കിയാലും ഉൾപേജുകളിൽ പരസ്യം ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അതിന് മുകളിൽ കോടതിയുടെ പേര്, അടിയിലെ ഒപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രതികളുടെ പേര് വിവരങ്ങളും അന്യായക്കാരൻ്റെ പേര് വിവരങ്ങളും മുഴുവൻ സമൻസിൽ എന്തൊക്കെ പ്രതിപാദിക്കണം ആ മുഴുവൻ കാര്യങ്ങളും ഈ സമൻസിൻ്റെ ഒരു ഫോം തന്നെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് സർവീസ് എന്ന് പറഞ്ഞുകൊണ്ട് പത്രത്തിൽ കൂടെ നമ്മളെല്ലാം കാണുന്നത്. അതിനുവേണ്ടി ആ അന്യായക്കാരൻ അല്ലെങ്കിൽ കേസ് വാദിക്കുന്ന ആളിൻ്റെ അഭിഭാഷകൻ ഒരു കോടതിയിൽ ഒരു സ്റ്റെപ്പ് ഇടണം. ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് സർവീസ് നടത്തുന്നതിൻ്റെ ഭാഗമായി ആ പെറ്റീഷൻ അനുവദിക്കുകയും അനുവദിച്ച പെറ്റീഷൻ്റെ മുകളിൽ ഏത് പത്രമാണ് എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് കോടതി കൃത്യതയോടുകൂടി ഏതെങ്കിലും ഒരു പത്രത്തിൻ്റെ പേര് പറയുന്നു. ആ പേര് പറഞ്ഞ പത്രത്തിൽ കൂടെയാണ് ഈ പറയുന്ന സമൻസിൻ്റെ പൂർണ്ണമായ രൂപം വെളിപ്പെടുത്തുന്നതും. അത് കോടതിയുടെ കേസ് വിളിക്കുന്നതിനേക്കാളും 10-15 ദിവസങ്ങൾക്ക് മുമ്പായിട്ട് തന്നെ ഇത്തരത്തിലുള്ള നടപടികൾ പൂർത്തീകരിക്കണം. ആ പൂർത്തീകരിക്കുന്നതിൻ്റെ കാര്യം വന്നു കഴിഞ്ഞാൽ കൂട്ടത്തിൽ ഈ പറയുന്ന പത്രത്തിൻ്റെ ഒറിജിനൽ കോടതിയിൽ ഹാജരാക്കുകയും വേണം. ഇത്രയും കാര്യങ്ങളാണ് സബ്സ്റ്റിറ്റ്യൂട്ട് സർവീസ് എന്ന് പറയുന്ന മെത്തേഡ്. പിന്നെ ഒരു പ്രതി വിദേശത്താണെങ്കിൽ നമുക്കറിയാം എങ്ങനെ വിദേശത്തുള്ള ഒരാൾക്ക് സമൻസ് നടത്തപ്പെടാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് ഈ പറയുന്ന വിദേശത്തുള്ള ആൾക്ക് നടത്തപ്പെടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കമ്മീഷണർ അതുപോലെ തന്നെ മറ്റേ വിദേശ നയതന്ത്ര പ്രതിനിധികളുമായി ബന്ധപ്പെട്ട രീതിയിലാണ് ഈ സമൻസ് നടത്തപ്പെടുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുണ്ടായിരിക്കും, ഓഫീസുണ്ടായിരിക്കും. അവരിലൂടെയാണ് വിദേശത്തുള്ള ഒരു പ്രതിക്ക് സമൻസ് നടത്തപ്പെടേണ്ടത്. പിന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹെഡായിട്ടുള്ള ഒരാളുടെ പേരിൽ കേസ് കൊടുക്കുകയാണെങ്കിൽ അയാൾക്കുള്ള സമൻസും നടത്തപ്പെടേണ്ടത് ആരാണോ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ അയാളുടെ പേരിലാണ് സമൻസ് നടത്തപ്പെടേണ്ടത്. ഒരു പ്രോപ്പർട്ടിയുടെ ഓണറുടെ പേരിലാണ് സമൻസ് നടത്തപ്പെടേണ്ടത് എങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ ഓണറുടെ പേരിലാണ് സമൻസ് നടത്തപ്പെടേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൻ 27, 28, 29 എന്നീ സെക്ഷനിലെ സിവിൽ പ്രൊസീജിയർ കോഡ് സമൻസിനെ സംബന്ധിച്ച് നമ്മളെ പഠിപ്പിക്കുന്നതും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. പിന്നെ നമ്മളെ പഠിക്കാനായിട്ട് നമ്മളോട് അന്ന് പറഞ്ഞിരുന്നത് ആവശ്യപ്പെട്ടിരുന്നത് സെക്ഷൻ 60 ഓഫ് CPC ആണ്. എന്താണ് CPC 60 പ്രകാരം ഏതെല്ലാം പ്രോപ്പർട്ടികൾ ജപ്തി ചെയ്യപ്പെടാം, ഏതെല്ലാം പ്രോപ്പർട്ടികൾ ജപ്തി ചെയ്യാൻ പാടില്ല എന്നതിനെ സംബന്ധിച്ച് സെക്ഷൻ 60 കൃത്യമായിട്ട് പരാമർശിക്കുന്നുണ്ട്. അത് ഏതെല്ലാമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അന്നേരം പുസ്തകത്തിൽ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ എളുപ്പം മനസ്സിലാക്കാവുന്ന കാര്യമാണ്, എളുപ്പം മനസ്സിലാകുന്നതാണ്.
ഞാൻ അതിനെക്കുറിച്ച് ഇവിടെ അധികം വിശദീകരിക്കുന്നില്ല. അന്ന് കാലത്ത് പഠിച്ച വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാനും കഴിയും. ഇനി അലൈഡ് ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടതായിട്ടുള്ള വിഷയം ഇന്ത്യൻ എവിഡൻസ് ആക്ടിനെ സംബന്ധിച്ചാണ്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ന് പറഞ്ഞാൽ ആ ആക്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഒരു ജുഡീഷ്യൽ സിസ്റ്റത്തിൻ്റെ മുമ്പിൽ എങ്ങനെ തെളിവെടുക്കാം, തെളിവെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആരാണ് കോടതിയിൽ വരേണ്ടത് എന്ന് ചോദിച്ചാൽ തെളിവ് നൽകപ്പെടാൻ കഴിവുള്ള ആളുകൾ സാക്ഷികളാണ്. സാക്ഷികളെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് വിറ്റ്നസ് എന്നാണ്. വിറ്റ്നസ് ക്വാളിഫൈഡ് ടു സ്പീക്ക് എന്നാണ് നമ്മളെ നിയമം അനുശാസിക്കുന്നത്. എന്താണ് അവരുടെ ക്വാളിഫൈഡ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സംഭവം കണ്ട ആൾ അയാൾ ക്വാളിഫൈഡ് ആണ്. സംഭവം കേട്ട ആൾ അയാൾ ക്വാളിഫൈഡ് ആണ്. സംഭവം മനസ്സിലാക്കിയ ആൾ അയാളും ക്വാളിഫൈഡ് ആണ്. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് കോടതിയിൽ വിറ്റ്നസ്സായി വരുന്ന വ്യക്തി അയാളുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ്? പഞ്ചേന്ദ്രിയങ്ങൾ നമ്മുടെ കണ്ണ്, അതുപോലെ തന്നെ കാത്, മൂക്ക്, വായ, ത്വക്ക് എന്നുള്ള ആ ഭാഗങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതെല്ലാം കോടതിയിൽ സാക്ഷി വന്ന് വെളിപ്പെടുത്തണം. ഒരു കൊലപാതകം നടത്തുന്നത് ഞാൻ കണ്ടു, അത് നേരിൽ കണ്ടു എന്ന് പറയണമെങ്കിൽ ആ സാക്ഷി ക്വാളിഫൈഡ് ആയിട്ടുള്ള സാക്ഷിയായി എന്നർത്ഥം. ചുരുക്കം ആ വ്യക്തിയാണ് കോടതിയിൽ വന്നുകൊണ്ട് സാക്ഷിക്കൂട്ടിൽ കയറി നിന്നുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നത്. അയാൾ പറയുന്ന പേരാണ് വിറ്റ്നസ്. ആ വിറ്റ്നസ് ക്വാളിഫൈഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അയാൾ എങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നു എന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വായ കൊണ്ടാണ് അയാൾ സാക്ഷ്യപ്പെടുത്തുന്നത്. വായ കൊണ്ട് സാക്ഷ്യപ്പെടുത്തുമ്പോൾ അതിനെ പറയുന്ന പേരാണ് ഓറൽ എവിഡൻസ്. ഓറൽ എവിഡൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം അതിന് ഉത്തരം നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരിക്കും. വായ കൊണ്ട് സാക്ഷിമൊഴി പറയുന്നത് തന്നെയാണ് ഓറൽ എവിഡൻസ്. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു എവിഡൻസാണ് ഡോക്യുമെൻ്ററി എവിഡൻസ്. ഈ ഡോക്യുമെൻ്ററി എവിഡൻസ് എന്ന് പറഞ്ഞാൽ കോടതി മുമ്പാകെ ഒരു ഡോക്യുമെൻ്റ് ഹാജരാക്കി ആ ഡോക്യുമെൻറ്റിൽ കൂടെ തെളിയിക്കപ്പെടുന്ന കാര്യങ്ങളാണ് ഡോക്യുമെൻ്ററി എവിഡൻസ് എന്ന് വിളിക്കപ്പെടുന്നത്. അപ്പോൾ ഓറൽ എവിഡൻസും ഡോക്യുമെൻ്ററി എവിഡൻസും അലൈഡ് ലോയിലെ നിങ്ങളുടെ പരീക്ഷാ വിഭാഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അത് പഠിച്ചിരിക്കണം. ഈ ഡോക്യുമെൻ്ററി എവിഡൻസ് വീണ്ടും ഡിവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. പ്രൈമറി എവിഡൻസ് എന്നും അതുപോലെ തന്നെ സെക്കൻഡറി എവിഡൻസ് എന്നും. ഈ പ്രൈമറി എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനലായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കോടതിയിൽ ഹാജരാക്കിക്കൊണ്ട് കോടതി ഇൻസ്പെക്ഷൻ ചെയ്യാൻ വേണ്ടി ഹാജരാക്കപ്പെടുന്ന രീതിയെയും രേഖകളെയുമാണ് ഡോക്യുമെൻ്ററി എവിഡൻസ് എന്ന് പറയുന്നത്. ചില സാഹചര്യങ്ങളിൽ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ഹാജരാക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യങ്ങളും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്തരം സാഹചര്യങ്ങളിൽ ആയതിൻ്റെ സർട്ടിഫൈഡ് കോപ്പീസ്, അതുപോലെ തന്നെ അതിൻ്റെ മെക്കാനിക്കൽ പ്രോസസ്സിലൂടെ എടുക്കപ്പെടുന്ന ഫോട്ടോസ്റ്റാറ്റ് കോപ്പികൾ, കൗണ്ടർ പാർട്ടുകൾ, ഇവയെല്ലാം നമ്മുടെ നിയമത്തിലെ സെക്കൻഡറി എവിഡൻസായി കോടതിയിൽ ഹാജരാക്കപ്പെടുന്നു. അങ്ങനെ കോടതിയിൽ ഹാജരാക്കപ്പെടുന്ന രേഖകൾ കോടതി മുമ്പാകെ മാർക്ക് ചെയ്യപ്പെടുക എന്ന് പറയുന്നൊരു കാര്യം കൂടിയുണ്ട്. എന്താണ് മാർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജഡ്ജ് അത് തെളിവിൽ സ്വീകരിക്കപ്പെട്ട് മാർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായി എക്സ്ട്രാക്റ്റ് A1 അല്ലെങ്കിൽ എക്സ്ട്രാക്റ്റ് A2 A3 എന്ന് പറഞ്ഞുകൊണ്ട് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും പ്രതിയുടെ ഭാഗത്തു നിന്നും ഹാജരാക്കപ്പെടുന്ന രേഖകൾ മാർക്ക് ചെയ്യപ്പെടുന്നു. ആ മാർക്ക് ചെയ്യപ്പെടുന്ന രേഖകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒറിജിനൽ രേഖകൾ. ആ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സുകൾ ഹാജരാക്കാൻ ചില സാഹചര്യങ്ങളിൽ കഴിയാതെ വരാറുണ്ട്. ചില രേഖകൾ നശിച്ചു പോകുകയോ നഷ്ടപ്പെട്ടു പോകുകയോ കാണാതെ പോവുകയോ ചെയ്യുന്ന സാഹചര്യങ്ങൾ, അതുപോലെ എളുപ്പത്തിൽ കൊണ്ടു നടക്കാൻ കഴിയാത്ത ചില രേഖകൾ, നമ്മുടെ സർക്കാർ വിഭാഗത്തിലെ അവിടെയുള്ള രേഖകൾ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ സർക്കാരിൻ്റെ നടപടികളിലും അതുപോലെ ദൈനംദിന പ്രവർത്തനങ്ങളിലും ചെയ്തു തീർക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരം രേഖകൾ കോടതിയിൽ ഹാജരാക്കാൻ കഴിയാതെ വരുന്നുണ്ട്.
അതിനു ബദലായി പകരമായി സെക്കൻഡറി എവിഡൻസ് ആയിട്ടുള്ള രേഖകൾ കോടതിയിൽ മാർക്ക് ചെയ്യപ്പെടാം, ഹാജരാക്കാം എന്ന് നമ്മുടെ നിയമം നമ്മളെ അനുശാസിപ്പിക്കുന്നു. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഈ നിയമത്തിലെ ഓറൽ എവിഡൻസ് ആയാലും അതുപോലെ തന്നെ ഡോക്യുമെൻ്ററി എവിഡൻസ് ആയാലും ആ ഡോക്യുമെൻ്ററി എവിഡൻസ് ഡിവൈഡ് ചെയ്യപ്പെട്ട് രണ്ടായിട്ട് പ്രൈമറി എവിഡൻസും എന്നും സെക്കൻഡറി എവിഡൻസും എന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഓറൽ എവിഡൻസ് എന്ന് ചോദിച്ചുകൊണ്ടൊരു വാചകം ചോദിച്ചാൽ നമ്മളതിൽ ഉടനെ തന്നെ അത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ ഭാഗമാണെന്നും ഇതിലേക്ക് സെക്ഷൻ 63 പ്രകാരം 59, 60, 61, 62 എന്നീ സെക്ഷനിൽ കൂടിയാണ് ഈ ഓറൽ എവിഡൻസും അതുപോലെ തന്നെ ഡോക്യുമെൻ്ററി എവിഡൻസും നമ്മൾ പഠിച്ചിട്ടുള്ളതെന്നും കൂടി നിങ്ങൾ ഓർത്തിരിക്കണം. ഈ പറയുന്ന ചില സാഹചര്യങ്ങളിലെ ഒറിജിനൽ രേഖകൾ നശിച്ചു പോവുകയോ നഷ്ടപ്പെട്ടു പോവുകയോ കാണാതെ പോകുന്ന വേളയിൽ സെക്കൻഡറി ആയിട്ടുള്ള എവിഡൻസും സ്വീകാര്യമാണ് എന്ന വസ്തുതയും നമ്മൾ മനസ്സിലാക്കണം. ഞാൻ വീണ്ടും പറയുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. എല്ലാ വർഷങ്ങളിലും പരീക്ഷയ്ക്കും എല്ലാ ടെസ്റ്റുകളിൽ എല്ലാ കാലഘട്ടങ്ങളിലും ചോദിക്കപ്പെടുന്നൊരു ചോദ്യമായതുകൊണ്ട് ഞാൻ വീണ്ടും ഇത് ആവർത്തിച്ച് പറഞ്ഞു എന്ന് മാത്രം. ഇനി ഇവിടെ ഇന്ത്യൻ എവിഡൻസ് പ്രകാരം ഡയറക്റ്റ് നോളജിലാണ് നമ്മൾ ഓറൽ എവിഡൻസ് നൽകപ്പെടുന്നത്. ഡയറക്റ്റ് എവിഡൻസ് എന്താണ്? ഡയറക്റ്റ് എവിഡൻസ് ഞാൻ നേരത്തെ പറഞ്ഞു. നേരിട്ട് കണ്ട കാര്യങ്ങൾ, കേട്ട കാര്യങ്ങൾ, അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങൾ, അതെല്ലാം പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കേട്ട കാര്യങ്ങൾ, ആ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കേട്ട കാര്യങ്ങൾ ഡയറക്റ്റ് നോളജ് കിട്ടി. ആ ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ വായ കൊണ്ട് വന്ന് സാക്ഷിക്കൂട്ടിൽ വന്ന് സാക്ഷിമൊഴി രേഖപ്പെടുത്തുന്നത് തന്നെയാണ് ഈ പറയുന്ന ഓറൽ എവിഡൻസ് എന്ന് പറയുന്നത്. ഇതാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അടുത്തത് ലിമിറ്റേഷൻ ആണ് പ്രധാനപ്പെട്ടൊരു നിയമം. 1963 രൂപീകരിക്കപ്പെട്ട ലിമിറ്റേഷൻ ആക്ട് 1963. ഈ ലിമിറ്റേഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ആദ്യം മനസ്സിലാക്കണം. എന്താണ് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ? ഒരു പ്രിസ്ക്രൈബ്ഡ് പീരീഡ്, ഏത് കേസ് കൊടുക്കാനും ഏത് കേസ് ഏത് കോടതിയിൽ ഫയൽ ചെയ്യാനും തക്കതായിട്ടുള്ള കാര്യകാരണങ്ങൾ സംഭവിക്കുമ്പോൾ ഒരു കോസ് ഓഫ് ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നു. ആ കോസ് ഓഫ് ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യപ്പെടുന്ന വേളയിൽ നമ്മുടെ കേസിൻ്റെ ആരംഭം കുറിച്ചു എന്ന് മാത്രം നമ്മൾ കണക്കാക്കണം. ആ കോസ് ഓഫ് ആക്ഷൻ ആരംഭിക്കുമ്പോൾ തന്നെ കേസ് ഫയൽ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ പ്രിസ്ക്രൈബ്ഡ് പീരീഡ് അല്ലെങ്കിൽ ടൈം ലിമിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കോസ് ഓഫ് ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ പ്രിസ്ക്രൈബ്ഡ് പീരീഡ് നിയമത്തിൽ അനുശാസിക്കുന്നുണ്ട്. 1 വർഷം, 2 വർഷം, 3 വർഷം, അങ്ങനെ 12 വർഷങ്ങളിലുള്ളിലുള്ള കേസുകൾ ഫയൽ ചെയ്യപ്പെടാം എന്ന് നമ്മുടെ നിയമം അനുശാസിക്കപ്പെടുന്നു. അപ്പോൾ ആ പ്രിസ്ക്രൈബ്ഡ് പീരീഡിനകത്ത് കേസ് ഫയൽ ചെയ്യപ്പെട്ടില്ല എങ്കിൽ അത് ബാർഡ് ബൈ ലിമിറ്റേഷൻ, ടൈം ബാർ എന്നും പറയപ്പെടുന്നു. അപ്പോൾ ടൈം ബാർ എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ, ബാർഡ് ബൈ ലിമിറ്റേഷൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ അത് ലിമിറ്റേഷൻ ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമാണെന്നും ലിമിറ്റേഷൻ ഏതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ 1963 ലിമിറ്റേഷൻ ആക്ട് പ്രകാരം ഒരു കേസ് ഏത് കോടതിയിൽ ഫയൽ ചെയ്യപ്പെടുന്നു, ആ ഫയൽ ചെയ്യപ്പെടുന്നതിന് വേണ്ടി ആദ്യം കോസ് ഓഫ് ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യപ്പെടണം എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് വിത്തിൻ ടൈമിൽ ഈ കേസ് ഫയൽ ചെയ്യപ്പെട്ടിരിക്കണം എന്നതാണ് നമ്മുടെ ലിമിറ്റേഷൻ ആക്ട് 1963 നമ്മളോട് പ്രതിനിധാനം ചെയ്യപ്പെടുന്നത്. ഇതിന് പുറമെ ഏതെങ്കിലും കാരണവശാൽ കേസ് ഫയൽ ചെയ്യപ്പെടാൻ കഴിഞ്ഞില്ല എന്ന് വരികയാണെങ്കിൽ ഈ പറയുന്ന സഫിഷ്യൻ്റ് കോസ് എന്ന് പറയുന്ന മറ്റൊരു വാക്കും കൂടി ഇവിടെ നമ്മൾ പഠിക്കപ്പെടുന്നു, അത് മനസ്സിലാക്കുന്നു. സഫിഷ്യൻ്റ് കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തക്കതായ കാരണമുണ്ടെങ്കിൽ, എന്തെങ്കിലും കാലതാമസം ഉണ്ടായാൽ, എന്തെങ്കിലും ഡിലേ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഡിലേ സംഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഡിലേ കണ്ടോൺ ചെയ്യുക എന്ന് പറയുന്നൊരു വാക്കും കൂടി നമ്മൾ മനസ്സിലാക്കണം. അത് മാപ്പാക്കുക എന്നതാണ് അതിൻ്റെ ഭാഷ.
അപ്പോൾ ഡിലേ കണ്ടോണേഷൻ ചെയ്യാനുള്ള ഹർജി ഉണ്ടെങ്കിൽ ആ ഹർജിയിൽ സഫീഷ്യൻ്റ് റീസൺ രേഖപ്പെടുത്തിക്കൊണ്ട് കോടതിയോട് ഞാൻ തക്കതായ സമയത്ത് ഈ പറയുന്ന ഹർജി കേസ് കൊടുക്കാനായിട്ട് വിട്ടുപോയി, അത് മനഃപൂർവമല്ല, ആയതിന് തക്കതായ കാരണങ്ങൾ ഇന്ന കാരണങ്ങളാണ്, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ കാലതാമസം മനഃപൂർവമല്ലാത്തതുകൊണ്ടും ഈ പറയുന്ന സത്യമായിട്ടുള്ള കാര്യം ഇന്നതായതുകൊണ്ടും എൻ്റെ കേസ് കോടതിയിൽ സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഡിലേ കണ്ടോൺ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏത് കേസും കോടതിയിൽ ഫയൽ ചെയ്യപ്പെടാം എന്ന് നമ്മളെ ഇന്ത്യൻ ലിമിറ്റേഷൻ ആക്ട് 1963 പഠിപ്പിക്കുന്നു. നവംബർ മാസത്തിൽ ഫൈക്കോ അക്കാദമി ആരംഭിക്കാൻ പോകുന്ന പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കളെയും മറ്റ് നിങ്ങളുടെ പരിചയക്കാരെയും ഞങ്ങളുടെ ക്ലാസ്സുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൂടി ഇതിൻ്റെ ഫൈക്കോ അക്കാദമിയുടെ ഒരു ഭാഗമാക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു. നന്ദി, നമസ്കാരം. ഫൈക്കോ അക്കാദമി, ഫസ്റ്റ് ഫ്ലോർ, PV കോംപ്ലക്സ്, സിവിൽ ലൈൻ റോഡ്, വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ഫോൺ 9946 999 460 9946 999 461.